Hi friends, welcome back to our channel Physics Tutorial. Hope all of you are doing well. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 4 വരെ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. അതായത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. രണ്ട് ഡെറിവേഷൻസാണ് ഉള്ളത്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ആക്സിയൽ ലൈനും അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ഇക്വിറ്റോറിയൽ ലൈനുമാണ്. അപ്പോൾ അതിൽ ആക്സിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അത് കാണാനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. Here we are going to discuss the electric field intensity on axial line of a dipole. അതായത് ആക്സിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഡയഗ്രാം കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഡയഗ്രാം തെറ്റാതെ നോക്കുക. അത് വളരെ ഈസി ആയിട്ടുള്ള ഡെറിവേഷനാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗ്രാം നോക്കി നോക്കാം. അതായത് ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ ഈസ് എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും എ എന്ന് പറയുന്ന പോയിന്റിൽ മൈനസ് ക്യൂ ചാർജ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a ആണ് ഡിസ്റ്റൻസ്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ ഇസ് 2a. മൈനസ് ക്യൂവിനും പ്ലസ് ക്യൂവിനും ഇടയിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 2a ആണ്. നമ്മൾ സെൻറ്ററിൽ കണക്കാക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ O ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് എ ബിയുടെ സെൻറ്റർ O ആയിട്ട് കൺസിഡർ ചെയ്താൽ അപ്പോൾ ഈച്ച് പാർട്ട് എത്രയായിരിക്കും വരിക? ഡിസ്റ്റൻസ് a ആണ്. അതായത് OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും എക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഹിയർ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ടു മൈനസ് ക്യൂ ചാർജ് ഇസ് a. ഇൻ ദ സെയിം വേ ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ടു ദ പ്ലസ് ക്യൂ ചാർജ് ഈസ് ഓൾസോ a. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് കാണേണ്ടത് ആക്സിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. എലോങ് ദ ആക്സിയൽ ലൈൻ വി ഹാവ് ടു കീപ് എ പോയിന്റ്. P എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എലോങ് ദി ആക്സിയൽ ലൈനാണ്, അത് മാറിപ്പോകരുത്. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് P ഈസ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. ഓക്കെ, അതായത് r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് r, സ്മോൾ ലെറ്റർ r. ഓക്കെ, ഇനി P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ, അതായത് രണ്ട് ചാർജസ് ഉണ്ട്, മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ ചാർജസ് ഉണ്ട്. സോ ദീസ് ടു ചാർജസ് വിൽ മേക്ക് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P. ഓക്കെ, സോ ടു understand the electric field, what we have to do? We have to place a unit positive charge or a test charge at P. ടെസ്റ്റ് ചാർജ് എവിടെ വെക്കണം? പിയിൽ വെക്കണം. അപ്പോൾ പിയിൽ വെക്കുന്ന സമയത്ത് എന്തുണ്ടാവും? അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും. ആ ഡയറക്ഷൻ കൂടി നമുക്കിവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് ഡയറക്ഷൻ ഉണ്ടാവുക? അതായത് പി എന്ന് പറയുന്നത് യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചാർജ്, അതായത് ബിയിലുള്ള പോയിന്റ് ഏതാണ് ഉള്ള ചാർജ്? പ്ലസ് ക്യൂ ആണ്. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് എന്ത് ചെയ്യും? സിമിലർ ചാർജസ് ആണ്. അതായത് ലൈക്ക് ചാർജസ് ഓൾവേസ് റിപ്പൽസ്. ഓക്കെ, അപ്പോൾ റിപ്പൽ ചെയ്യുമ്പോൾ എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ വരിക? ഇവിടെ നമുക്ക് കാണാൻ കഴിയും EB EA ഈ ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ EB എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? എവേ ആയിരിക്കും കാണിക്കുന്നത്. അതായത് റിപ്പൽ ചെയ്യുന്ന ഡയറക്ഷനിലാണ് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് എവിടെയാണുള്ളത്? എ എന്ന് പറയുന്ന പോയിന്റിലാണ് മൈനസ് ക്യൂ ചാർജ് ഉള്ളത്. മൈനസ് ക്യൂ എന്ത് ചെയ്യും? ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അട്രാക്റ്റ് ചെയ്യല്ലേ ചെയ്യുക. സോ ദിസ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ടുവേർഡ്സ് ദ ചാർജ് മൈനസ് ക്യൂ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ടു ചാർജസ് ഈ മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ കൊണ്ടുണ്ടാവുന്ന ഫീൽഡ്സ് ആണ് EA ആൻഡ് EB. ദ ഡയറക്ഷൻസ് ആർ ആസ് ഷോൺ ഹിയർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ദ ഡയഗ്രാം ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ വൺസ് മോർ. അതായത് വി ഹാവ് എ ഡൈപോൾ ദാറ്റ് ഈസ് മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. അതിന് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ളത് AB എന്നുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, സോ ദിസ് ഡൈപോൾ വിത്ത് ഡിസ്റ്റൻസ് 2a
ഓക്കെ. സോ അറ്റ് ദ സെൻറ്റർ വി ആർ മാർക്കിംഗ് ഒ. സെൻറ്റർ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് ഒ എ ഈസ് ഈക്വൽ ടു എ. അതുപോലെ തന്നെ സെൻറ്റർ മുതൽ പ്ലസ് ക്യൂ വരെ ഓർ ബി വരെയുള്ള ഡിസ്റ്റൻസ് എ തന്നെ ആയിരിക്കും അല്ലേ. ഇനി വി ആർ അസ്യൂമിങ് എ പോയിൻറ്റ് പി along the axial line. Axial ലൈനിലാണ് പി എന്ന് പറയുന്ന പോയിന്റ്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് വി ഹാവ് ടു പ്ലേസ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അതായത് ടെസ്റ്റ് ചാർജ് അവിടെ പ്ലേസ് ചെയ്യണം. സോ ഇഫ് യു ആർ പ്ലേസിങ് എ ടെസ്റ്റ് ചാർജ് ദർ വിൽ ബി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ചാർജസ്. രണ്ട് ചാർജ് കൊണ്ടും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാം. അതിൻ്റെ ഡയറക്ഷൻ കൂടി മെൻഷൻ ചെയ്യണം. അതായത് ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഈ നെഗറ്റീവ് ചാർജിനെ അത് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും, ബിക്കോസ് ദിസ് ഈസ് എ പോസിറ്റീവ് ചാർജ്. സോ ദാറ്റ് ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ ചാർജിനെ ദാറ്റ് വിൽ റിപ്പൽ. സോ ദാറ്റ് ഈസ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്. സോ ഇ ബി ഡയറക്ഷൻ ഈസ് ലൈക്ക് ദിസ്. ഓക്കെ. ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ടു പോയിൻറ്റ് പി ഈസ് ആർ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. വി ഹാവ് ടു ജസ്റ്റ് മെൻഷൻ ദാറ്റ്. Now we have to calculate the electric field intensity at P due to minus Q charge. How we can find the electric field at P due to minus Q charge? എങ്ങനെയാണ് equation? Yes, E is equal to 1/4 pi epsilon Q by R square ആണ് അല്ലേ. അപ്പോൾ ഇവിടെ Qന് പകരം ഏതാണ്, മൈനസ് Q ആണ് ചാർജ്. ദെൻ ആറിന് പകരം ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്, അതായത് P മുതൽ മൈനസ് Q വരെയുള്ള ഡിസ്റ്റൻസ് അത് എന്തിന് ഈക്വലാണ്, എ പിക്ക് ഈക്വൽ ആണ് അല്ലേ. സോ എ പി എന്ന് പറയുന്നത് എങ്ങനെ കാണാം, ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. എ പി എന്ന് പറയുന്നതിൽ രണ്ട് പോർഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് സെൻറ്റർ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആറാണ്. ദെൻ ഒ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് എ ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും, ആർ പ്ലസ് എക്ക് ഈക്വൽ ആയിരിക്കില്ലേ. ക്ലിയർ ആയല്ലോ അല്ലേ. അതായത് എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒ പി പ്ലസ് ഒ എ എന്ന് എഴുതാമല്ലോ. സോ ഒ പിക്ക് പകരം ആർ എന്ന് എഴുതാം, ഒ എക്ക് പകരം എ എന്ന് എഴുതാം. സോ ആർ പ്ലസ് എക്ക് ഈക്വൽ ആയിരിക്കും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ വാട്ട് വി വിൽ ഗെറ്റ്, ഇ എ ഇസ് ഈക്വൽ ടു 1/4 pi epsilon മൈനസ് ക്യൂ ബൈ എ പി സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon മൈനസ് ക്യൂ ബൈ R plus A the whole square and the direction is along PA. ഓക്കെ, along PA ആണ് ഡയറക്ഷൻ. അതായത് ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവിടെ അട്രാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈസ് along PA. ഓക്കെ. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, അതായത് മൈനസ് ക്യൂ ചാർജ് കൊണ്ട് പിയിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അതേപോലെ തന്നെ പ്ലസ് ക്യൂ ചാർജ് കൊണ്ടും പിയിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. സോ ദാറ്റ് ഓൾസോ വി ഹാവ് ടു കാൽക്കുലേറ്റ്. ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ്, ഇ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു, യെസ് അവിടെ ക്യൂവിന് പകരം എന്തായിരിക്കും, പ്ലസ് ക്യൂ ആണ് വരുന്നത്. ദെൻ ഡിസ്റ്റൻസ് എത്രയാണ് വരിക നോക്കൂ. ഡിസ്റ്റൻസ് ഏതിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസാണ് കാണേണ്ടത്, അതായത് പ്ലസ് ക്യൂ ചാർജ് മുതൽ പി വരെ, അതായത് ബി പി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ. ഇനി ആ പോയിന്റ് എങ്ങനെ കാണാൻ പറ്റും, ആ ഡിസ്റ്റൻസ്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെയാണ്, സെൻറ്റർ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി അതിൽ നിന്ന് ഈ സെൻറ്റർ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ പോരെ. അതായത് ഒ പി മൈനസ് ഒ ബി എന്ന് പറയുന്നതായിരിക്കില്ലേ ബി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ക്ലിയർ. സോ വാട്ട് വി വിൽ ഗെറ്റ്, ആർ മൈനസ് എ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻറ്റർ മുതൽ പി വരെ ആറാണ്. ദെൻ സെൻറ്റർ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഒ പി മൈനസ് ഒ ബി ദാറ്റ് ഈസ് ആർ മൈനസ് എ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ബി പി. ഓക്കെ. സോ ഹൗ വി ക്യാൻ റൈറ്റ്, ഇ ബി ഈക്വൽ ടു 1/4 pi epsilon ക്യൂ ബൈ ബി പി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon Q by R minus A the whole square, and direction is along PX because that is a positive charge and that will repel. Okay, clear? Now we have to find the resultant field intensity at P due to the dipole. അപ്പോൾ എന്ത് ചെയ്താൽ മതി, these two EA, EB that we have to add. Okay. So what we will get, E equal to EA plus EB. Now we can substitute the values of EA and EB. എന്താണ് കിട്ടുക, ഇ ഈക്വൽ ടു 1/4 pi epsilon മൈനസ് ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/4 pi epsilon ക്യൂ ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ. അതിൽ കോമൺ ആയിട്ടുള്ളതിന്
പോയിൻറ്റ്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? q by 4 pi epsilon is common, right? So into 1 by r minus a the whole square minus 1 by r plus a the whole square. അതൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? Now we have to find the LCM. Then what we will get? q by 4 pi epsilon into r minus a the whole square ന് പകരം എന്ത് എഴുതാം? Yes, it is a minus b the whole square. അല്ലേ? a square plus 2ab plus b square. So what we will get? r square plus 2ra plus a square minus of, yes, r square minus 2ra plus a square divided by r square minus a square the whole square. That is the LCM. So what we are getting? This r square and r square will get cancelled. Then in the same way a square and a square will get cancelled. The remaining part is 2 into 2ra divided by r square minus a square the whole square. Now that will be equal to 1 by 4 pi epsilon into q into 2 into 2ra by r square minus a square whole square ആണ്. ഇനി ഇവിടെ 2aq എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തിന് ഈക്വൽ ആണ്? യെസ്, ദാറ്റ് ഈസ് ഡൈപോൾ മൊമെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് അല്ലേ. അപ്പോൾ 2aqന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ E വിൽ ബി ഈക്വൽ ടു 1 by 4 pi epsilon 2 pr by r square minus a square the whole square. Okay. If 2a is very very less than r, then we can neglect a square. Okay, so what we will get? Remaining part എന്താണ് കിട്ടുക? E equal to 1 by 4 pi epsilon 2 pr by r square the whole square ആണ്. So that is r raised to 4. Clear? Now we can cancel r and r. Okay, so what we will get? Equation E is equal to 1 by 4 pi epsilon 2p by r cube, and the direction is along px. Okay, so this is the electric field intensity along the axial line of a dipole. This is very important, so don't skip the video and study well. Okay, today we have discussed only the electric field intensity along the axial line of a dipole. Okay, so in the next video we can discuss the electric field intensity along the equatorial line. So these two derivations are very important, and now we can conclude the video. If you like my video, please like, share and subscribe. Thanks for watching.